നിങ്ങളുടെ മുഖത്തിനും ശരീരത്തിനും ഡിഫറെന്റ് കളറാണ്. മുഖം ഡാർക്ക്, കൈകളും കഴുത്തും മറ്റൊരു ഷെയ്ഡ്. പക്ഷേ വയറോ ചെസ്റ്റോ നോക്കുകയാണെങ്കിൽ കൂടുതൽ ലൈറ്റ് കളർ. എന്തുകൊണ്ടാണ് എൻ്റെ ഫേസും ബോഡിയും ഒരേ കളർ അല്ലാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിലെ കാരണവും ഈ കളർ ഡിഫറൻസ് കുറയ്ക്കാൻ ചെയ്യാവുന്ന 3 സിമ്പിൾ കാര്യങ്ങളും പറഞ്ഞു തരാം. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എക്സാക്ട് സെയിം കളർ ആയിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഫേസ്, നെക്ക്, ഹാൻഡ്സ് എന്നിവ ദിവസവും സൺലൈറ്റിൽ കൂടുതൽ എക്സ്പോസ് ആകുന്നതുകൊണ്ട് മെലനിൻ പ്രൊഡക്ഷൻ കൂടുകയും കവേർഡ് ഏരിയാസിനേക്കാളും കൂടുതൽ ഡാർക്ക് ആവുകയും ചെയ്യാം. അതുപോലെ ഫ്രിക്ഷൻ, ഡ്രൈനെസ്, ഹോർമോണൽ ചേഞ്ചസ്, പഴയ സ്കിൻ ഇൻഫ്ലമേഷൻ എന്നിവയും ചില ഭാഗങ്ങൾ കൂടുതൽ ഡാർക്കായി കാണാൻ കാരണമാകും. ഇനി കളർ ഡിഫറൻസ് കുറയ്ക്കാൻ എന്ത് ചെയ്യാം? ഒന്നാമത്, ഗ്രീൻ ടീ കംപ്രസ്. ഗ്രീൻ ടീ തയ്യാറാക്കി പൂർണ്ണമായി തണുപ്പിക്കുക. ഒരു ക്ലീൻ ക്ലോത്തിൽ ഇത് നനച്ച് സൺ എക്സ്പോഷർ കൂടുതലുള്ള ഫേസ്, നെക്ക്, ഹാൻഡ്സ് എന്നിവിടങ്ങളിൽ കുറച്ചു നേരം വെക്കുക. ഇത് സൺ എക്സ്പോസ്ഡ് ഇറിറ്റേറ്റഡ് സ്കിന്നിന് സൂത്ത് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്, സൺ എക്സ്പോഷർ കുറയ്ക്കുക. പുറത്തിറങ്ങുമ്പോൾ അംബ്രല്ല, ക്യാപ്പ്, ഫുൾ സ്ലീവ് ഡ്രസ്സ്, സ്കാർഫ് എന്നിവ ഉപയോഗിക്കുക. ഫേസ്, നെക്ക്, ഹാൻഡ്സ് എന്നിവിടങ്ങളിൽ കിട്ടുന്ന ഡയറക്റ്റ് സൺ എക്സ്പോഷർ കഴിയുന്നതും കുറയ്ക്കുക. കാരണം പുതിയ ടാൻ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് തടയാതെ കളർ ഡിഫറൻസ് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി മൂന്നാമത്, ഫ്രിക്ഷൻ കുറയ്ക്കുക. കഴുത്ത്, അണ്ടർ ആംസ്, എൽബോസ് എന്നിവിടങ്ങളിൽ ടൈറ്റ് ക്ലോത്തിങ്, ജ്വല്ലറി അല്ലെങ്കിൽ കണ്ടിന്യൂസ് റബ്ബിംഗ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. റിപ്പീറ്റഡ് ഫ്രിക്ഷൻ കുറയ്ക്കുന്നത് പുതിയ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാനുള്ളൊരു ട്രിഗർ കുറയ്ക്കാൻ സഹായിക്കും. ഇവിടെ ഗോള് നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ കളർ മാറ്റുക എന്നതല്ല, സൺ എക്സ്പോഷർ, ഇറിറ്റേഷൻ, ഫ്രിക്ഷൻ എന്നിവ കാരണം അൺഈവൻ കളർ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ കഴുത്തിലോ കക്ഷത്തിലോ പിന്നെ കൂടുതൽ ഡാർക്കായി, കട്ടിയായി, വെൽവെറ്റിയായി തോന്നുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ ടാൻ ആണെന്ന് കരുതരുത്. ഇതിന്റെ കാരണം കൂടി ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങളുടെ മുഖമാണോ, കഴുത്താണോ, കൈകളാണോ ശരീരത്തെക്കാൾ കൂടുതൽ ഡാർക്ക്? കമന്റ് ചെയ്യും. ഫേസും ബോഡിയും ഡിഫറെന്റ് കളറായി ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും.